അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർബലയുടെ ചരിത്രം 6-ാം ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ കേൾക്കാത്തവർ അത് കേട്ടതിനു ശേഷം ഇവിടെ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹിജ്റ 61-ാം വർഷം മുഹറം 9 രാത്രി വരെ നടന്ന കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ചു. പുതിയൊരു പ്രഭാതത്തിന് തുടക്കമായി. ഹിജ്റ 61-ാം വർഷം മുഹറം 10 ആഷുറായിൻ്റെ ദിവസം ഇസ്ലാമിക ചരിത്രത്തിലെ ഹൃദയഭേദകമായ ദിവസങ്ങളിൽ ഒന്ന്. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ കർബലയുടെ മണൽത്തരികളിൽ പതിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിനെ സ്മരിച്ചു. പിന്നെ തൻ്റെ സംഘത്തെ നോക്കി. അവരുടെ മുഖങ്ങളിൽ ക്ഷീണമുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസം ഉറച്ചതായിരുന്നു. മറുവശത്ത് ശത്രുസൈന്യം തയ്യാറായിരുന്നു. ആയിരക്കണക്കിന് സൈനികർ, അവരുടെ ആയുധങ്ങൾ, വാളുകൾ, കുതിരപ്പട തുടങ്ങിയ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളെ ക്രമപ്പെടുത്തി. ചെറിയൊരു സൈന്യം, പക്ഷേ വലിയ ഹൃദയമുള്ള ആളുകൾ. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി അക്ബർ റളിയല്ലാഹു അൻഹു, ഖാസിം റളിയല്ലാഹു അൻഹു, ഹബീബ് ഇബ്നു മുസാഹിർ, സുഹൈർ ഇബ്നു ഖൈൻ, അങ്ങനെ അനേകം വിശ്വസ്തർ. അവർ ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനം ഏറ്റെടുത്തു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനമായി സമാധാനത്തിനു വേണ്ടി ഒന്നുകൂടി ശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് കയറി ശത്രു സൈന്യത്തിൻ്റെ മുന്നിലേക്ക് നീങ്ങി. ആയിരക്കണക്കിന് കണ്ണുകൾ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. നിശബ്ദത. ഹുസൈൻ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു. ശേഷം ജനങ്ങളോട് സംസാരിച്ചു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. സൈന്യത്തിൽ നിശബ്ദത. അദ്ദേഹം തുടർന്നു, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് നിങ്ങൾ എൻ്റെ രക്തം ചൊരിയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളല്ലേ എനിക്ക് കത്തയച്ചത്? നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലേ ഞാൻ വന്നത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ആരുടെയും കൈവശം ഉണ്ടായിരുന്നില്ല. പലരുടെയും തലകൾ താഴ്ന്നു. കാരണം സത്യം അവർക്ക് പലർക്കും അറിയാമായിരുന്നു. ഭയം അവരെ നിശബ്ദമാക്കിയിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോകാം, മറ്റൊരു സ്ഥലത്തേക്ക് പോകാം, എന്നെ വിടുക. ഇത് യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമമായിരുന്നു. പക്ഷേ യസീദിൻ്റെ ഗവർണർ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ ഉത്തരവ് വ്യക്തമായിരുന്നു. നിരവാധികമായ ബൈഅത്ത്, അല്ലെങ്കിൽ യുദ്ധം. സൈന്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കരച്ചിൽ കേട്ടു. ചിലർ ഹൃദയം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ അംഗീകരിച്ചു. പക്ഷേ ആർക്കും മുന്നോട്ട് വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് നിന്നത്. ഹുർർ ഇബ്നു യസീദ്. ആദ്യമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി തടഞ്ഞ സൈന്യാധിപൻ. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം വിറക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായി താൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയുടെ മുന്നിൽ, സത്യത്തിനു മുന്നിൽ. ഒരു വശത്ത് സ്വർഗം, മറുവശത്ത് ലോകത്തിൻ്റെ അധികാരം. തൻ്റെ മനസ്സിനോട് പോരാടുകയായിരുന്നു. സ്വർഗം വേണോ അതോ അധികാരം വേണോ? ചരിത്രകാരന്മാർ വിവരിക്കുന്നത് കാണാം. ഹുർ അസ്വസ്ഥനായി തൻ്റെ കുതിരപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. കൈകൾ വിറച്ചു, മുഖം മാറി. അത് കണ്ട സൈനികർ ചോദിച്ചു, ഹുർ, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിറക്കുന്നത്? ഞങ്ങൾ നിങ്ങളെ കൂഫയിലെ ഏറ്റവും വലിയ ധീരനായ യോദ്ധാവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഹുർ നൽകിയ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ തിരഞ്ഞെടുക്കുന്നതായി കാണുന്നു. അള്ളാഹുവാണ് സത്യം. സ്വർഗം തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ആ നിമിഷം ഹുർ തൻ്റെ തീരുമാനം എടുത്തു. വർഷങ്ങളായി നേടിയ പദവിയും ബഹുമതിയും അധികാരവും ഒരു വശത്ത്, സത്യം മറുവശത്ത്. അദ്ദേഹം കുതിരയെ തിരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടാരത്തിലേക്ക് നീങ്ങി. അവിടെയുണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു. ഇതുവരെ ശത്രു സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ ഇപ്പോൾ അവരുടെ ഭാഗത്തേക്ക് വരികയാണ്. ഹുർ അടുത്തെത്തി. കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി തല താഴ്ത്തി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടിയെ, നിങ്ങളുടെ വഴി തടഞ്ഞത് ഞാനായിരുന്നു. നിങ്ങളെ കർബലയിലേക്ക് എത്തിച്ചത് ഞാനായിരുന്നു. സ്ഥിതി ഇത്രയും ഗുരുതരമാകുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടോ? എന്തൊരു നിമിഷം! ഒരു സൈന്യാധിപൻ, യോദ്ധാവ് സ്വന്തം തെറ്റ് സമ്മതിച്ച് മുന്നിൽ നിൽക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അദ്ദേഹം എന്ത് പറയും? ക്ഷമിക്കുമോ അതോ നിരസിക്കുമോ? അദ്ദേഹം പറഞ്ഞു, അതെ, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കട്ടെ. നിങ്ങൾ സ്വതന്ത്രനാണ്. അതാണ് ഹുർ എന്ന പേരിൻ്റെ അർത്ഥം, സ്വതന്ത്രൻ. ആ ദിവസം ഹുർ സ്വതന്ത്രനായി. അധികാരത്തിൻ്റെ ഭയത്തിൽ നിന്ന്,
ലോകത്തിൻ്റെ മോഹത്തിൽ നിന്ന്, തെറ്റായ തീരുമാനത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഹുർറ് തൻ്റെ മകനെ വിളിച്ചു. ഇരുവരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് ചേർന്നു. യുദ്ധം ആരംഭിച്ചു. കർബലയിൽ ആദ്യ ഏറ്റുമുട്ടുകൾ തുടങ്ങി. ഹുർറ് ഇപ്പോൾ തൻ്റെ പഴയ കൂട്ടുകാരുടെ മുന്നിലായിരുന്നു. ഇന്നലെ വരെ ഒരുമിച്ച് നിന്നവർ ഇന്ന് എതിർവശങ്ങളിൽ. ഹുർറിന് സംശയമില്ലായിരുന്നു. അദ്ദേഹം ധീരമായി പോരാടി. ഹുർറിന് ഗുരുതരമായ പരിക്കുകൾ പറ്റി. അദ്ദേഹം നിലത്ത് വീണു. വാർത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഉടൻ ഹുർറിൻ്റെ അടുത്തേക്ക് പോയി. മുറിവേറ്റ ഹുർറ് നിലത്ത് കിടക്കുകയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തലമടിയിൽ വെച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവ് നൽകിയ പേര് പോലെ തന്നെ നിങ്ങൾ ഹുർറാണ്. ഈ ലോകത്തും ഹുർറ്, പരലോകത്തും ഹുർറ്. എന്തൊരു ബഹുമതി! മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ശത്രു സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ ഷഹീദാകുന്നു. ഹുർറ് തൻ്റെ അവസാന ശ്വാസമെടുത്തു. അദ്ദേഹം ഷഹീദായി. കർബലയുടെ ആദ്യ ഷഹീദുമാരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ കഥ ഒരു സന്ദേശം നൽകുന്നു. മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്താലും തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. സത്യത്തിലേക്ക് മടങ്ങിവരാൻ വൈകിയിട്ടില്ല. ഇപ്പോൾ യുദ്ധം യഥാർത്ഥത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ ഓരോരുത്തരായി യുദ്ധകളത്തിലേക്ക് ഇറങ്ങും. ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളുടെ മുഖത്തേക്ക് നോക്കി. വളരെ ചെറിയൊരു സംഘമായിരുന്നു അത്. സംഖ്യയിൽ ചെറുതാണെങ്കിലും ഈമാനിൽ വലുത്, ധൈര്യത്തിൽ വലുത്, വിശ്വസ്തതയിൽ വലുത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളെ നോക്കി. ഓരോ മുഖവും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. ഇവർ വെറും സൈനികരല്ല, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ. ഇന്ന് അവരിൽ പലരെയും അവസാനമായി കാണുകയാണ്. ആദ്യമായി രംഗത്തിറങ്ങിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചില വിശ്വസ്ത അനുയായികളായിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു ഹബീബ് ഇബ്നു മുസാഹിർ, പ്രായം 70 സമീപം, വെള്ളത്താടി, വയസ്സായ ശരീരം, പക്ഷേ യുവാക്കളെക്കാൾ ശക്തമായ ഹൃദയം. ഹബീബ് സാധാരണ ഒരാളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വസ്ത അനുയായിയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ച ഒരാളായിരുന്നു. കർബലയിലേക്ക് വരുന്നതിന് മുന്നേ കൂഫയിലെ ഭീഷണികളൊന്നും അദ്ദേഹത്തെ തടഞ്ഞില്ല. അദ്ദേഹം തൻ്റെ നേതാവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അവസാന പോരാട്ടത്തിനിറങ്ങി. സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് പോരാടി. അദ്ദേഹത്തിൻ്റെ മുറിവുകൾ വർദ്ധിച്ചു. നിലത്ത് വീണു. ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വാർത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ദുഃഖിതനായി. ഒരു സുഹൃത്തിനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വിശ്വസ്ത കൂട്ടുകാരനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നീട് സുഹൈർ ഇബ്നു ഖൈൻ രംഗത്തിറങ്ങി. ഒരു കാലത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം യാത്ര പോലും ചെയ്യാൻ മടിച്ചിരുന്ന ഒരാൾ. പക്ഷേ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ജീവിതം മാറ്റിമറിച്ച ഒരാൾ. കർബലയിൽ എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ ജീവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനായി സമർപ്പിച്ചിരിക്കുന്നു. ആ വാഗ്ദാനം നിറവേറ്റാനുള്ള സമയമായിരുന്നു. സുഹൈർ ധീരമായി പോരാടി അവസാനം വരെ. ശേഷം അദ്ദേഹവും ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ രംഗത്തിറങ്ങി. അവർക്ക് വിജയിക്കാനാകില്ലെന്ന് അറിയാമായിരുന്നു. പക്ഷേ അവർ പോരാടിയത് വിജയത്തിനു വേണ്ടിയായിരുന്നില്ല, സത്യത്തിനു വേണ്ടിയായിരുന്നു, അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടിയായിരുന്നു. ഓരോരുത്തരും ഷഹീദാവുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ സംഘത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ആത്മവിശ്വാസം കുറഞ്ഞില്ല അവസാന നിമിഷം വരെ. കാരണം അവർക്ക് അറിയാമായിരുന്നു, ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കും, അള്ളാഹുവിൻ്റെ അടുത്തുള്ള ജീവിതം ആരംഭിക്കുകയാണ്. ഉച്ചയോടടുത്തു. സൂര്യൻ കൂടുതൽ ചൂടായി. ദാഹം കൂടുതൽ കഠിനമായി. കൂടാരങ്ങളിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. വെള്ളം, വെള്ളം. ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ യോദ്ധാക്കളുടെ ഹൃദയം പോലും തകർന്നുപോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികളിൽ ഭൂരിഭാഗം പേരും ഷഹീദായിരിക്കുന്നു. അടുത്തതായി അഹ്ലുബൈത്തിൻ്റെ യുവാക്കൾ രംഗത്തിറങ്ങുകയാണ്. അവരിൽ ആദ്യമായി അലി അക്ബർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപസാദൃശ്യമുള്ള യുവാവ്. ഖാസിം ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപുത്രൻ. അലി അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു യുവാവ് ഷഹീദാവുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വിശദീകരിക്കാം.